ഇപ്പൊ ഒന്നും വേണ്ട, രാത്രി ആവട്ടെ. പേടിക്കാതെ അമ്മ എല്ലാം അങ്ങ് ചെയ്താൽ മതി. എന്താ ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ചെയ്യാം. ആ ഓനെ എനിക്ക് വേണ്ടടാ, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. കഴിക്കുന്നില്ലേ? എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. തലവേദനയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വല്ലതും എടുത്ത് കഴിക്കേ. ഏയ്, ഗുളികയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഉറങ്ങിയാ മാറിക്കോളൂ. നിങ്ങൾ കഴിക്കേ. ആന്റി ഒരെണ്ണം മതി. വസുന്ധരയുടെ ഫോൺ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അത് മിക്കവാറും റൂമിൽ തന്നെ കാണും. വസുന്ധര കഴിച്ചിട്ട് വരുന്നതിന് മുൻപേ ഗൗതം പറഞ്ഞ കാര്യം ചെയ്യണം. എങ്കിൽ പിന്നെ നിങ്ങൾ കഴിക്കേ, ഞാൻ ടെറസിൽ പോയി ഉണങ്ങാനായിട്ട് തുണികളൊക്കെ ഒന്ന് എടുക്കട്ടെ. വയ്യ, അതിന് ടെറസിലൊന്നും കയറാൻ പോണ്ടമ്മ, ഞാൻ പോയി എടുത്തിട്ട് വരാം. അത് സാരമില്ല, ഞാൻ പോയി എടുത്തോളാം. നീ ഇരുന്ന് കഴിച്ചേ. നിങ്ങൾ കഴിക്കേ. കഴിക്കടാ. വസുവിന്റെ ഫോൺ ഇത് എവിടെ ഇരിക്കുന്നു? ആ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മേ, എന്തായി? ഫോൺ എടുത്ത് നോക്കിയോ? എന്തെങ്കിലും കിട്ടിയോ? ഇല്ല മോനെ, വസുക്കെ കഴിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ദേ വസുവിന്റെ മുറിയിലെത്തി. അവളുടെ ഫോൺ ഇവിടെ ചാർജിലിട്ടേക്കുക. ആ എങ്കിൽ പിന്നെ സമയം കളയണ്ട, വേഗം ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യ്. പാസ്വേഡ് ഞാൻ പറഞ്ഞുതരാം. എടാ മോനെ, നീ ഫോൺ കട്ട് ചെയ്യല്ലേ, ഞാൻ വസുവിന്റെ ഫോൺ എടുക്കട്ടെ. എടാ മോനെ, ആ പാസ്വേഡ് തെറ്റാടാ. എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അയ്യോ, അതല്ല മോനെ, ഞാൻ നോക്കിയതാ. എടാ അതാടാ, അതാ. യെസ്, ഓക്കെ അമ്മേ, ഇനി ഒട്ടും സമയം കളയണ്ട. ആ എസ്ഐയും വസുന്ധരാമ്മയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളോ മെസ്സേജസുകളോ എന്തെങ്കിലും ഉണ്ടോന്ന് വേഗം നോക്ക്, പെട്ടെന്നാവട്ടെ. എടാ, ആ എസ്ഐയുടെ പേരെന്താ? വിനോദ്, SI വിനോദ്. അങ്ങനെ എനിക്ക് സേവ് ചെയ്തിട്ടുണ്ടാവുക. നോക്കട്ടെ, നീ ഹോൾഡ് ചെയ്യണേ.
എടാ SI വിനോദ്, ആ പേര് കണ്ടൂട്ടോ. ആ പേര് മാത്രം കണ്ടാ പോരാ, അതിന്റെ കോൾ റെക്കോർഡ്സും വോയിസ് മെസ്സേജസും ഉണ്ടോന്ന് നോക്ക്. നോക്കട്ടെ. മോനെ, എടാ ആ SI വിളിച്ചിരിക്കുന്ന കോൾ റെക്കോർഡ്സ് മുഴുവൻ ഉണ്ടടാ. അമ്മേ, അതൊന്ന് പ്ലേ ചെയ്തേ. അമ്മയുടെ ഫോണിലേക്ക് അടുപ്പിച്ച് വെച്ചിട്ട് പ്ലേ ചെയ്താൽ മതി. നിക്ക് വെയിറ്റ്. സർ, ഞാൻ വസുന്ധരയാണ്. ആ നിധിയെ എങ്ങനെയെങ്കിലും ഈ കേസിലൊന്ന് കുരുക്കി തന്നേ പറ്റൂ. ഒരു SI എന്ന നിലയില് സാറ് വിചാരിച്ചാലേ ഇത് നടക്കൂ. മാഡം ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ ഇളനീർ കടക്കാരന്റെ വീഡിയോ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഒരു തെളിവ് കൂടി സംഘടിപ്പിക്കണം. അതിന് എത്ര വേണ്ടതെന്ന് വെച്ചാ സാറ് പറഞ്ഞാ മതി. ഞാനത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം. അമ്മേ, മതി, ഇത്രയും മതി. ആ SI ഇതിൽ കൊടുങ്ങും. ഹലോ, പറഞ്ഞോ. അത്യാവശ്യമാണോ? നോക്കട്ടെ. ആന്റി, നമ്മുടെ മാനേജർ ജോർജാ വിളിച്ച. ഓഡിറ്ററിനെ വിളിച്ചിട്ട് കിട്ടത്തില്ലെന്ന്. എന്തോ അത്യാവശ്യത്തിനാ. ഓഡിറ്ററിന് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? അയാളുടെ ഒരു പേഴ്സണൽ നമ്പർ ഉണ്ട്, പക്ഷേ അതിന്റെ ഫോണിലാണല്ലോ. ഫോണാണെങ്കിൽ ചാർജിലിട്ടിരിക്കുക. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഇതിപ്പോ എങ്ങനെ അയക്കുന്നേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അമ്മ അങ്ങ് ചെയ്താൽ മതി. ആന്റി, ആ ആ ഓഡിറ്ററെ വിളിച്ചിട്ടേ മാനേജറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാലും മതി. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ നമ്പർ എടുത്തിട്ട് വരാം. ഞാൻ ഈ സമയത്തൊക്കെ അയാളെ വിളിച്ചാൽ ശരിയാവില്ല പ്രണവേ. നീ നമ്പർ എടുക്കോ വിളിക്കോ എന്താന്ന് വെച്ചാ ചെയ്യ. എടാ മോനെ, ആ വസു ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, വേഗം വസുന്ധരമ്മയുടെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യേ. പഴയതുപോലെ ചാർജിൽ കുത്തിയിട് വേഗം. എന്നിട്ട് ചാർജറിന്റെ സ്വിച്ച് കൂടെ ഒന്ന് ഓഫ് ചെയ്തേക്ക്. എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? അമ്മയും വസുന്ധരാമ്മയുടെ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേ. സ്വിച്ച് ഓഫ് ചെയ്തോ. എന്നാലത് വീണ്ടും ചാർജിൽ കുത്തിയിട്. ശരി.